നോക്കടാ. അപ്പോൾ എന്താണ് ഐസോമേഴ്സ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയണം ഒരേ തന്മാത്രവാക്യം. ഒരേ തന്മാത്രവാക്യം, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്യുലർ ഫോർമുല അല്ലേ. ഓക്കെ, ഇനിയോ വ്യത്യസ്ത രാസഭൗതിക ഗുണങ്ങളോട് കൂടിയതും ആയ സംയുക്തങ്ങളാണ് എന്ത്? ഐസോമറുകൾ. ഈ പ്രതിഭാസത്തെ ഐസോമെറിസം എന്ന് പറയും. എന്നും പറയും. ഓക്കെ, സെയിം കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ സെയിം തന്മാത്രവാക്യമായിരിക്കും, ഡിഫറൻറ്റ് ഫിസിക്കൽ കെമിക്കൽ നേച്ചറൊക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് ഐസോമേഴ്സ്. ഇനി നമുക്ക് 3 ഐസോമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 3 ഐസോമേഴ്സത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ആളാണ് എന്ത്? ചെയിൻ ഐസോമേഴ്സം. അപ്പോൾ ഞാൻ ആദ്യം എക്സാമ്പിൾ പറയാം. നോക്കടാ, ഇവിടെ ഈ ചെയിനിൽ എന്തുണ്ട്? ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് അല്ലേ, ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. ഈ ചെയിനിലാണെങ്കിലോ ബ്രാഞ്ച് ഒന്നുമില്ല, നേരിട്ടുള്ള ഒരൊറ്റ ചെയിനാണ്. ഒരൊറ്റ എന്താ പറയുക, മെയിൻ ചെയിൻ മാത്രമേ ഉള്ളൂ, ബ്രാഞ്ച് ഇല്ല. സോ നോക്കുക, ഇവിടെ എത്ര കാർബൺ മക്കളെ? കാർബൺ 1 2 3 4 അല്ലേ, C4 ആണ്. എത്ര ഹൈഡ്രജൻസ് ഉണ്ട് നോക്കടാ? 3 + 2 5 5 + 2 7 7 + 3 10 C4H10 ആണ്. ഇനി ഇവിടെ ആണെങ്കിലോ, ഇപ്പുറത്താണെങ്കിലോ ഒന്ന് നോക്കാം നമുക്ക് അല്ലേ. C1 2 3 4 C4 ആണ്. ഹൈഡ്രജനോ 3 + 1 4 4 + 3 7 7 + 3 10. അപ്പോൾ C4H10 ഇവിടെയും വന്നു, ഇവിടെയും വന്നു. സോ ഇവരുടെ രണ്ടാളുടെയും തന്മാത്രവാക്യം സെയിം ആയി അല്ലേ, മോളിക്കുലർ ഫോർമുല സെയിം ആയി. സോ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്ട്രക്ചർ ഒക്കെ കാണിക്കുന്ന ആളുകളാണ് ഐസോമേഴ്സ്. സോ ഇവർ രണ്ടാൾ ഐസോമേഴ്സ് ആണ്. ഇവരെ നമ്മൾ പറഞ്ഞു ഇവർ ഐസോമേഴ്സ് ആണ്, ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇവരുടെ ചെയിനിലുള്ള ഘടനയിൽ വന്ന മാറ്റം കൊണ്ടാണ് ഈ ഐസോമേഴ്സം ഉണ്ടായത്. എങ്ങനെ? ഒരാൾക്ക് ബ്രാഞ്ച് ഉണ്ട്, ഒരാൾക്ക് ബ്രാഞ്ച് ഇല്ല അല്ലേ. അപ്പോൾ ചെയിനിൻ്റെ ഘടനയിൽ, ചെയിനിൻ്റെ സ്ട്രക്ചറിൽ വന്ന മാറ്റം കൊണ്ടാണ് ഈ ഐസോമേഴ്സം ഉണ്ടായത്. സോ ഇത്തരം ഐസോമറുകൾ നമ്മൾ പറഞ്ഞു ചെയിൻ ഐസോമേഴ്സ്. ഇനി ഈ ഡെഫിനിഷൻ വായിക്കാം അല്ലേ. എന്താ വായിച്ചത്? ഒരേ തന്മാത്രവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യാസമുള്ളവയും അല്ലേ, ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ. കോമ്പൗണ്ട്സ് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് പൊസസ് എ ഡിഫറൻസ് ഇൻ ദ ചെയിൻ സ്ട്രക്ചർ അല്ലേ, ചെയിനിൻ്റെ ഘടനയിൽ ഡിഫറൻസ് കാണിക്കുന്ന ആളുകളാണ് ചെയിൻ ഐസോമേഴ്സ്. ക്ലിയർ ആയില്ലേ? യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ചെയിൻ ഐസോമേഴ്സം. ഓക്കെ അല്ലേ? യെസ്, ഇനി നമുക്ക് അടുത്ത ഐസോമേഴ്സം പറയാം. നോക്കാം. ഫങ്ഷണൽ ഐസോമേഴ്സ്, അതായത് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഹാവിങ് എ ഡിഫറൻസ് ഇൻ ദെയർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. മക്കളെ, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മാറി മറിഞ്ഞു വന്നു. അതായത് എ എന്ന് പറഞ്ഞ ആളുണ്ട്, ബി എന്ന് പറഞ്ഞ ആളുണ്ട്. എയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല ബിയിലുള്ളത്. രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ എയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല ബിയിലുള്ളത്. എക്സാമ്പിൾ നോക്കാം നമുക്ക് അല്ലേ. നോക്കാം. അതായത് ഇവിടെ OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ ഇവിടെ O ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ മാറ്റം. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ മാറി മാറി വന്നു. സോ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന, ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയത് കൊണ്ടുണ്ടായ ഐസോമെറിസമാണ് ഫങ്ഷണൽ ഐസോമെറിസം. നോക്കാം, ഇവിടെ എത്ര കാർബൺ ഉണ്ട് മക്കളെ? ഒരു കാർബൺ, 1 2 2 കാർബൺസ് അല്ലേ, 2 കാർബൺസ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 2 + 1 അതായത് 6. ഇനി ഒരു ഓക്സിജൻ അല്ലേ, C2H6O ആണ് ഇതിൻ്റെ ഫോർമുല. ഇവിടെയോ C12 C2. ഇനി HO 3 + 3 6 ഒരു ഓയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവ രണ്ടാളുടെയും കെമിക്കൽ ഫോർമുല തന്മാത്രവാക്യം സെയിം ആണ്, പക്ഷേ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി ആ ഡിഫറൻസ് ഉണ്ടാവേണ്ട കാരണം എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിലുണ്ടായ ചേഞ്ച് ആണ്. സോ ഇതാണ് ഫങ്ഷണൽ ഐസോമറുകൾ. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ എക്സാം ചോദിക്കുള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അവസാനമായിട്ട് നമുക്ക് പൊസിഷൻ ഐസോമറുകൾ. മക്കളെ, ഇവിടെ ഒരൊറ്റ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ 2 വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതുകൊണ്ടുണ്ടായ ഐസോമറിസം എന്ന് പറഞ്ഞു. ഇവിടെ എന്നുണ്ടെങ്കിൽ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ സ്ഥാനം മാറി മാറി വന്നു. എങ്ങനെ? ആദ്യം ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണമലായിരുന്നു, പിന്നെ എന്തായി? രണ്ടാമത്തേമൊക്കെയായി. അതായത് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ എന്തായി? അതിൻ്റെ പൊസിഷൻ മാറ്റി, സ്ഥാനം മാറ്റി അല്ലേ. അതായത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമായി അല്ലേ. അതായത് കോമ്പൗണ്ട്സ് ഹാവിങ് ദി സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. പക്ഷേ എന്തായി? ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറൻറ്റ്. ഓക്കെ അല്ലേ? നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെയും OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെയും OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പക്ഷേ ഈ OH വന്നത് ഒന്നാമത്തെ കാർബൺ മേലാണ്, ഈ OH വന്നത് രണ്ടാമത്തെ കാർബൺ മേലാണ്. അപ്പോൾ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ ഇത് ഒന്നാമത്തെ കാർബൺ ആണോ? ഇത് 1 2 3 കാർബൺ അല്ലേ? അല്ല. കാരണം എന്താണ്?
കുറഞ്ഞ നമ്പർ വേണം നമ്മൾ വരുത്താൻ. സോ ഇതാണ് ഒന്നാമത്തെ കാർബൺ, ഇതാണ് രണ്ടാമത്തെ കാർബൺ, ഇതാണ് മൂന്നാമത്തെ കാർബൺ. അപ്പോൾ എന്തായിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. ആരെന്നെയാണ്? OH വരുന്ന ആൽക്കഹോൾ അല്ലേ, ഓൾ വരുന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ്. പക്ഷേ അതിൻ്റെ സ്ഥാനം മാറി അല്ലേ. ഇവിടെ ഒന്നാമത്തെ കാർബണിലാണ് സ്ഥാനം, ഇവിടെയോ രണ്ടാമത്തെ കാർബണിലാണ് സ്ഥാനം. സോ പൊസിഷൻ മാറി. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറി അല്ലേ. ആ സ്ഥാനം മാറി, പൊസിഷൻ മാറി. സോ പൊസിഷൻ ഐസോമറിസമായി ഇവർ രണ്ടാളും. ഓക്കെ, ഇതാണ് ഐസോമറിസത്തിൻ്റെ ഒരു ടോട്ടൽ. സോ ആകെ ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഐസോമറിസം മൊത്തം പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ തറായിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് ഇതുമ്പോൾ എങ്ങനെയും ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ 3 ഐസോമറിസത്തിൻ്റെയും ഡിഫറൻസുകൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഒരു ഐസോമറിസം മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് മനസ്സിലാക്കി വെക്കുക. ഇത് കണ്ട ഇതാ, യെസ്, ഇത് പൊസിഷൻ ഐസോമറിസമാണ്. ഇത് ഫംഗ്ഷൻ, ഇപ്പോൾ രണ്ടെണ്ണം കാണിക്കുന്നത് ഫംഗ്ഷൻ ഐസോമറിസമാണ്. ഇത് ചെയിൻ ഐസോമറിസം ആണല്ലോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. നിങ്ങൾക്ക് എന്താ പറയുക, കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാവാത്തവരെന്ത് ജസ്റ്റ് ഒന്ന് പിന്നോക്കം അടിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ മൊത്തം ഒന്ന് കണ്ടാൽ മൊത്തം ഐസോമറിസത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.